നമ്മുടെ തൃശ്ശൂർ പാലക്കാടുള്ള ഭക്തന്മാർ അവർക്ക് ചിലപ്പോൾ ഒരു തോന്നൽ വരും. പിറ്റേ ദിവസം കാലത്ത് അടുത്ത ബസ് കയറി ഗുരുവായൂർക്ക് പോകും. രാത്രി കണ്ണനെ ഒന്ന് സ്വപ്നം കണ്ടു. എന്താ ഇങ്ങോട്ട് വരാത്തത് എന്ന് ചോദിക്കുന്ന പോലെ. എന്നാ ഒന്ന് പോയി കാണുക. അങ്ങനെ പുറപ്പെടും. കണ്ണനെ കണി കാണാൻ, കണ്ണൻ്റെ കളി കാണാൻ. അപ്പം ഇടവിട്ട് ഗുരുവായൂർക്ക് പോകുന്ന ആൾക്കാരുണ്ട്. ഇതുപോലെയാണ് വാപ്പയും മോനും കാന്തപ്പനും കോന്തപ്പനും കൂടിയിട്ട് നമ്മുടെ പണ്ട് പാച്ചുവും കോവാലും എന്ന് പറഞ്ഞ് നിങ്ങളാരും ഓർക്കൊണ്ടും അറിയില്ല, മന്ത്രി എന്ന് പറഞ്ഞ ആളുടെ കാർട്ടൂണാണെന്ന് തോന്നുന്നുണ്ടത്. പാച്ചുവും കോവാലിനും ഇതുപോലെയാണ്. പാച്ചുവും കോവാലിനും കൂടിയിട്ട് ഇടവിട്ടിപ്പോൾ ഇവിടേക്ക് പോക്കാണ്. മറ്റെന്താ പറയുക, നമ്മളുടെ ഡൽഹിയിലേക്ക്. എന്തിനു വേണ്ടിയിട്ടാണ്? അടിത്തൊഴുന്നേൻ കണ്ണ മുടി തൊഴുന്നേൻ, അടിമുടി തൊഴുന്നേൻ. അതിനു വേണ്ടി. അതിനെന്നെ വേറെ പരിപാടിയൊന്നുമില്ല. നമ്മുടെ ചെത്തല്ലൂര് പാലക്കാടല്ലേ? അതെ, ചെത്തല്ലൂര് നാരായണത്തുറ നാട്ടിൽ ഒരു നായരുണ്ടായിരുന്നു. 6 മക്കളാണ്. 2 പ്രാവശ്യം ഇരട്ട പ്രസവിച്ചു. അപ്പോൾ എത്രയാ? 2 മക്കളും 2 ഇരട്ട പ്രസവിച്ചു. അപ്പോൾ 4 2 6 മക്കൾ അങ്ങനെയാ മറ്റുമാണ്. ഇവറ്റകളുടെ കല്യാണമൊക്കെ ഒരു പന്തലിൽ 2 പേരുടെ കല്യാണവും ഒരാളുടെ, അങ്ങനെ 3-4 കല്യാണങ്ങൾ ഇടവിട്ട് നടന്നു. ഈ സമയത്ത് മുഴുവൻ ഇയാൾ RSS നേതാക്കളെ കാണാൻ, ഈ മോഡിയൊക്കെ കാണാൻ വേണ്ടി അവിടെ പോകും. മോഡി പ്രധാനമന്ത്രിയായതിനു ശേഷവും വിവാഹം നടന്നിട്ടുണ്ട്. അവിടെ പോകും. എന്നിട്ട് ഫോട്ടോ എടുക്കും. ഈ ഫോട്ടോ 1-2 ഫോട്ടോ ഉള്ളൂ. അത് മാറി മാറി അയാൾ ആൾക്കാരെ കാണിക്കും. അവരൊരുമിച്ചെടുത്ത ഫോട്ടോ. എന്നിട്ട് ചെത്തല്ലൂരിനെ കുറിച്ച് ചോദിച്ചു, പാലക്കാടിനെ കുറിച്ച് ചോദിച്ചു, മോളുടെ കാര്യങ്ങൾ ചോദിച്ചു, ഭർത്താവിൻ്റെ കാര്യങ്ങൾ ചോദിച്ചു. എന്തൊരു നല്ല മനുഷ്യൻ എന്നൊക്കെയും പറഞ്ഞ് ഇങ്ങനെ ചില ആൾക്കാരെ കണ്ടില്ലേ, മമ്മൂട്ടിയുടെ ഒപ്പം ഇങ്ങനെ ഫോട്ടോ എടുക്കും. കഴിഞ്ഞു. മമ്മൂട്ടി ആളെ അറിയുന്നത് തന്നെ ഉണ്ടാവില്ല. കമലഹാസൻ്റെ രാജ്കമൽ പിക്ചേഴ്സിൽ ആഴ്ചയിലൊരു ദിവസം ഫോട്ടോ സെഷൻ തന്നെയുണ്ട്. അവിടെ 3-5 ആൾക്കാർ വരും. എന്നിട്ട് മധുരയിൽ നിന്ന് ആൾക്കാർ വന്നിട്ട്, കമൽ സാർ എന്നെ തെരയുമാ, അവിടെ മറ്റേ നായകൻ സിനിമയുടെ ഷൂട്ടിങ്ങിന് വന്ന സമയത്ത് അങ്ങേക്ക് വിശന്ന സമയത്ത് ഇളമ്പിച്ചിപ്പഴം ഉപ്പ് പോട്ട് വേണമെന്ന് ചൊല്ലിയതില്ല, ഞാൻ താ കൊടുത്തത് എന്നോട് പൊണ്ടാട്ടിന്. ഓ ഓ ഓ ഓ ഇപ്പം ഞാപകം എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കളയും. എന്നിട്ടൊരു ഫോട്ടോ. അയാൾക്ക് അയാളുടെ ഉള്ളിൽ ശപിക്കുന്നുണ്ടാവും. എന്നിട്ട് ഫോട്ടോ കാണിച്ചു കൊടുത്ത് അവിടെ പോയിട്ട് വലിയ ആളാവ് ഈ പാവപ്പെട്ട ആൾക്കാരുടെ ഇടയിൽ. ഈ ഒരു പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ ഈ കോന്തപ്പനും പാച്ചുവും കോവാലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിൽ മയമ്പള്ളി മാധവൻ നായർ എന്ന ആളുണ്ടായിരുന്നു. നായര, കൂടെയുള്ള നായര, സവർണൻ, അതിസവർണൻ. അയാളുടെ പേര് ഗൂർഖ നായർ എന്നാണ്. കുറച്ച് നേരം പട്ടാളത്തിൽ പോയിട്ടുണ്ട്. പക്ഷേ പട്ടാളവുമായിട്ടോ ഗൂർഖ റെജിമെൻറ്റിലായിട്ടോ ഒന്നൊരു ബന്ധമില്ല. ഇയാൾ 6 അടി ഉയരവും 100-110 കിലോ തൂക്കമുള്ള ആൾ. അപ്പോൾ ഗൂർഖ എന്ന് വിളിക്കാൻ പറ്റില്ല. പക്ഷേ അയാളെ ഗൂർഖ നായർന്ന ആൾക്കാരെ വിളിക്കുക. കാരണം എന്താണെന്ന് അറിയാമോ? ഇയാളവിടെ പാടത്ത്, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ അയാൾ പോകുമ്പോൾ അവിടെ മേക്കട്ടി പറയും. അവിടെ നോക്കി അങ്ങനെ ഒരു ഓലക്കുടിയിൽ കാണാം. അവിടെ കൊച്ചപ്പൻ എന്ന് പറഞ്ഞ ആളുടെ വലിയ മീശക്കൊമ്പയ്ക്കുള്ള ഒരാളാണ്. അയാളൊരു കള്ള് ഷാപ്പുണ്ട്. കള്ള് ഷാപ്പിനോടൊപ്പം തന്നെ കനാൽപ്പരങ്ങിയും കിട്ടും. അവർ വാറ്റി ഉണ്ടാക്കണത് ബാറ്ററിയോ തേരട്ടയോ ഒക്കെ ഇട്ടിട്ടൊക്കെയാണ് വാറ്റെന്ന് പറഞ്ഞിരിക്കുന്നത്. അറിയില്ലല്ലോ, നമ്മളതിൻ്റെ ആളല്ല. ഈ നായരുടെ ഭാര്യയായിട്ട് നമ്പൂതിരിയാണ്. അപ്പോൾ ആരും അറിയാതെ വേണം കുടിക്കാൻ അവിടെ പോയിട്ട്. ഇയാൾ അവിടെ പോയിട്ട് സൂത്രത്തിൽ കുടിക്കും. എന്നിട്ട് പുറത്ത് വന്നിട്ട് അപ്പോൾ അയാൾ അടുക്കളയിൽ കയറിയിട്ട് അയാൾക്ക് ഈ മദ്യം കൊടുക്കുക. മറ്റുള്ളവർ കാണണ്ടെന്ന് വെച്ചിട്ട്. അവിടെ നായന്മാർ പോവില്ല, അയാൾക്ക് കിട്ടിയാൽ മതിയാകും. അങ്ങനെ അയാൾ പുറത്ത് വരുമ്പോൾ ഒരു പൊതിയായിട്ട് വരിക. എന്നിട്ട് അവിടെ ആൾക്കാർ പറയും, രാഘവൻ്റെ കൂർക്കപ്പേരി ഉണ്ടല്ലോ, ബെസ്റ്റാ, നല്ലതാ, അത് കൊണ്ടുപോയാൽ എൻ്റെ ആത്തോൾക്കും വലിയ ഇഷ്ടമാണ് രാഘവൻ്റെ കൂർക്ക ഉപ്പേരി.
ഇയാൾ കള്ളുപിടിക്കാനാണ് പോകുന്നത്. എന്നിട്ട് കുറച്ച് ഒരു അന്നത്തെ കാലത്ത് 2-3 രൂപയ്ക്കോ കൂർക്ക കുറേ കിട്ടുമല്ലോ, അത് വാങ്ങിച്ചു കൊണ്ടുപോയി ഇതിങ്ങനെ പറയത്രേ ആൾക്കാരെ ബോധിപ്പിക്കാൻ. ആൾക്കാർക്ക് സംഭവം അറിയാം. അങ്ങനെ ആൾക്കാർ ഇയാളെ കൂർക്കനായർ വിളിക്കാൻ തുടങ്ങി. പിന്നീട് അത് ഗൂർക്കനായരെന്നായി. പോകുന്നത് കള്ളടിക്കാനും ചാരായം കുടിക്കാനാണ്. നാട്ടുകാരെ ബോധിപ്പിക്കുന്നത് എന്താ അറിയോ? അതേ ഈ രാഘവൻ്റെ ആ കൂർക്ക ഉപ്പേരി നല്ലത്, അത് വാങ്ങിക്കാൻ പോയതാണെന്ന്. ഇവരെ പോകുന്നതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ പറയാൻ കാരണങ്ങളൊക്കെ കുറേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പോകുന്നത് എന്തിനാണ്? കാല് പിടിക്കാൻ തന്നെയാണ് ഈ പോകുന്നത്, വേറെ ഒന്നിനുമല്ല. അതിൽ മെസ്സേജ് അയച്ചാൽ പോരെ, അതിന് ഫോൺ ചെയ്താൽ പോരെ. കാല് പിടിക്കാൻ പോകുന്നു. പക്ഷെ ഇവിടെ പറയുന്നത് എന്താ? ഞങ്ങൾ 18 മിനിറ്റാണ് സമയം കൊടുത്തത്. 18 മിനിറ്റ് കൊണ്ട് സംസാരിച്ച വിഷയങ്ങൾ ചുരുങ്ങിയത്, ഏറ്റവും ചുരുങ്ങിയത് സംസാരിക്കുകയാണെങ്കിൽ 6-7 മണിക്കൂർ വേണം. നടക്കുക. ദാറ്റ് ഈസ് നോട്ട് ഇംപ്ലോസിബിൾ ബട്ട് ഇമ്പോസിബിൾ. ദുസ്സാധ്യമല്ല, അസാധ്യമാണ്. ഇവിടെ BJP ആണ് ഭരിക്കുന്നത്. ആരാ BJP? BJP എന്ന് പറഞ്ഞാൽ BJP എന്ന് പറഞ്ഞാൽ RSS എന്ന് പറഞ്ഞാൽ വൻമരത്തിൻ്റെ ഒരു വലിയ ചില്ല മാത്രമാണ്. അപ്പോൾ RSS ആണ് മരം. ചില്ലയ്ക്കല്ലോ പ്രാധാന്യം. ചില്ല വിറ്റാലും മരം ഉണ്ടോ? മരം വിറ്റാൽ ചില്ല ഉണ്ടാവില്ല. അപ്പോൾ RSS ആണ് ഭരിക്കുന്നത്. RSSൻ്റെ ഭരണപ്രക്രിയയുടെ മൂലാധാരം BD സവർക്കറുടെ പല കൽപ്പനകളാണ്, ഹിന്ദുത്വവാദ കൽപ്പനകൾ. അതിലൊരു കാര്യം എഴുതിയിട്ടുണ്ട്, ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കൾ മുസ്ലിങ്ങളാണെന്ന്. അത് അതേപോലെ തന്നെ എടുത്ത് പകർത്തി വെച്ചിട്ടുണ്ട് രണ്ടാമത്തെ സർസംഘചാലകായിരിക്കുന്ന RSL ഗുരുജി എന്ന് പറയുന്ന മാധവ സദാശിവ ഗോൾവാൾക്കർ. അങ്ങനൊരു സന്യാസി വര്യൻ കൂടിയായിരുന്നു. ഇന്ന് അതാണ് ആപ്തവാക്യം. ഈ പോയ പാച്ചും ഗോപാലിനും കൂടി പറയാൻ ധൈര്യമുണ്ടോ? അതൊന്നും മാറ്റണം. ഞങ്ങളും ഈ നാട്ടിൽ ജീവിക്കുന്നവരല്ലേ, കാലാകാലങ്ങളായിട്ട് ജീവിക്കുന്നവരല്ലേ. ഞങ്ങൾ അറബികളൊന്നും അല്ലല്ലോ, ഞങ്ങൾ അറബ് നാട്ടിൽ നിന്ന് വന്നവരല്ലല്ലോ. ആയതുകൊണ്ട് തന്നെ ഞങ്ങളിവിടെ ജീവിക്കുമ്പോൾ ദേ പോകുന്ന ആൾക്കാരുണ്ടല്ലോ മുസ്ലിങ്ങൾ, അതാണ് ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കൾ എന്ന് പറയുന്ന ഒരാളെ, ആ ആളുടെ വചനങ്ങളെ അടിത്തറയാക്കിയിട്ട് അതിൻ്റെ സബ്സ്ട്രാറ്റമാക്കിയിട്ട് ഭരിക്കുമ്പോൾ കുറച്ചൊരു സങ്കടം, ഒരു അപമാനമല്ല, സങ്കടം മിസ്റ്റർ മോഡിജി, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മോഡിജി അങ്ങേക്ക് തോന്നേണ്ടതല്ലേ. ആയതുകൊണ്ട് ആ വരി വിചാരധാരയിൽ നിന്ന് വെട്ടിക്കളഞ്ഞൂടെ? ചോദിക്കില്ല. പിന്നെ നമ്മളുടെ ആ പെൺകുട്ടിയുടെ പേരെന്താണ്? ഒമാൻ ജയിലിൽ, ഒമാനല്ലല്ലോ ഈശ്വര, സുൽത്താൻ കാബൂസ് അവരുടെ മനസ്സിൽ മറക്കാൻ പറ്റാത്ത, ഞാൻ ഒമാനിൽ പോയ സമയത്ത് മറക്കാൻ പറ്റില്ല. മഹാനുഭാവൻ. ഇന്ത്യ എന്ന് കേട്ട് ഞാൻ അങ്ങനെ എഴുന്നേറ്റ്, അത്രയും ബഹുമാനമാണ് ഇന്ത്യയോട്. അങ്ങനെ പഠിപ്പിച്ച ആൾ പിന്നെ നമ്മളുടെ ഇന്ത്യൻ പ്രസിഡൻ്റായിട്ടുണ്ട്. അവിടെ ചെന്ന സമയത്ത് ഹിസ് മജസ്റ്റി സുൽത്താൻ കാബൂസ് അവർ നേരിട്ട് പോയിട്ടാണ് കാർ ഓടിച്ചു കൊണ്ടുപോയിട്ട് സീബ എയർപോർട്ടുള്ളൂ കൊണ്ടുവന്ന ആൾക്കാരും ഇതെന്താ ചെയ്യുന്നത്? എല്ലാ പ്ലോട്ടുകളും ഉല്ലംഘിച്ചുകൊണ്ട് സ്വയം കാർ ഓടിച്ച് പോയിട്ട് CB നാളെ കൊണ്ടുവരിക. ഒമാൻ പറഞ്ഞപ്പോൾ തെറ്റ്, പിഴ, ക്ഷമിക്കണം, നമ്മുടെ സ്വന്തം നാടാ. കിംജി രാംദാസ്, പുരുഷോത്തം ഗാഞ്ചി, ഈശ്വര അറിയാതെ പറ്റിപ്പോയതാ. യമൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിമിഷപ്രിയ എന്നൊരു കുട്ടി അവിടെ എടുക്കണ്ടല്ലോ, അവിടെ ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല. അവിടേക്ക് നിറയെ ബോംബൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ ജയിലിൽ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ അവിടെ ബോംബൊക്കെ ഇട്ടിട്ടുണ്ട്, പല ജകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നിമിഷപ്രിയ കേസ് മാർപ്പാപ്പ ഇടപെട്ടിട്ടില്ല. ഈ കാര്യം കൂടെ പറയാൻ വേണ്ടി ഇവിടുന്ന് കർദിനാൾമാരോ ആർച്ച് ബിഷപ്പ്മാരോ അവിടെ പോയിട്ടില്ല. ഇയാൾക്ക് എന്തിൻ്റെ കേസാണ്? ഈ പാച്ചും ഗോപാലിനും സമയം അനുവദിച്ചത് 18 മിനിറ്റാണ് അനുവദിച്ചത്. സംസാരിച്ച വിഷയങ്ങളിൽ വന്ദേ മാതരം അതില്ല. അത് സംസാരിക്കാനുള്ള താക്കത്തൊന്നുമില്ല. ചവിട്ട് കിട്ടുകൊടുത്തു. ആഭ്യന്തര ശത്രു ആ ഒരു വാക്ക് നിങ്ങൾ പിൻവലിക്കണം. അതും സംസാരിക്കില്ല, ചവിട്ട് കിട്ടുകൊടുന്നു. വിചാരധാരയെക്കുറിച്ച് സംസാരിക്കില്ല, അതിനുള്ള താക്കത്തില്ല, ചവിട്ട് കിട്ടുകൊടുന്നു. 18 മിനിറ്റ് സംസാരിച്ച വിഷയങ്ങളുടെ ഒരു പട്ടിക ഞാനിവിടെ എഴുതി വെച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ.
അത് ഞാനായിട്ട് എഴുതി വെച്ചതല്ല, ഇവിടുന്ന് എനിക്ക് കിട്ടിയതാണ് കേട്ടോ. ഇതിൽ നിന്ന് കിട്ടിയതാണ്. ഇതിൽ ഈ കാണുന്ന കാര്യങ്ങൾ മുഴുവൻ ഇവർ സംസാരിച്ച വിഷയങ്ങളാണ്. അതിൻ്റെ മേലെയുണ്ട് ഇവർ സംസാരിച്ച വിഷയങ്ങളാണ്. ഞാൻ വീണ്ടും വീണ്ടും കാണിക്കുന്നത് നിങ്ങൾക്ക് ഏകദേശം അത് തന്നെയാണ് വിഷയം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കാണിക്കുന്നത്. കണ്ടോ സംസാരിച്ച വിഷയങ്ങളാണ് കേട്ടോ, സംസാരിച്ച വിഷയങ്ങളാണ്. അത് തന്നെയാണ് ഇതിൽ സബ്ജക്റ്റ് മാറ്റർ. മനസ്സിലായല്ലോ. ഇനി അത് പറയാം, എന്നാലേ മനസ്സിലാവുള്ളൂ. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി ഇന്ത്യൻ ഗ്രാൻഡ് മുത്തപ്പൻ എന്നൊക്കെ പറയില്ലേ, മുത്തി. എന്നെക്കുറിച്ച് ഈ പാച്ചും ഗോപാലിൻ്റെയും കൂടെ തെണ്ടിപ്പിള്ളേരുണ്ട്. അവർ പറയും എവിടെ നിന്നാണോ തനിക്കിത് കിട്ടിയത്, എവിടുന്നോ വസ്ത്രം ധരിച്ചെന്നൊക്കെയും പറയും. ഓക്കെ അതിനെക്കുറിച്ച് ഈ ശവങ്ങളോട് സംസാരിച്ച് അതിന് ക്ലാരിഫൈ ചെയ്യേണ്ട ആവശ്യം എനിക്കില്ലല്ലോ. അപ്പം അത് പോട്ടെ. പക്ഷെ ഇവർക്ക് ഈ ഗ്രാൻഡ് മുത്തപ്പൻ മുത്തശ്ശി അതെവിടെ നിന്ന് കിട്ടിയെന്നുള്ള ചോദ്യം അവരെ കൂട്ടത്തിൽ തന്നെ വരുന്നുണ്ട്. അവർ വേണേൽ ഉത്തരം പറഞ്ഞോട്ടെ. അപ്പോൾ ഈ ഗ്രാൻഡ് കാന്തപ്പൻ ഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയിലെ വിവിധ സാമൂഹിക, എണ്ണിക്കോ, 1 സാമൂഹിക, 2 മാനുഷിക, 3 വിദ്യാഭ്യാസ, പിന്നെ രാജ്യവികസന വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തു. ഇപ്പം എത്രയും സാമൂഹിക, മാനുഷിക, വിദ്യാഭ്യാസ, വികസനം 4ആയി. ഇനി ന്യൂനപക്ഷ ക്ഷേമകാര്യങ്ങൾ ചർച്ച ചെയ്തു. എത്ര മിനിറ്റാണ് അറിയാം? മൊത്തം 18 മിനിറ്റ് കേട്ടോ. മൊത്തം 18 മിനിറ്റാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം എത്രയും 6:40 മറ്റേ എന്തായാലും പറയാം, മറ്റേ 18 മിനിറ്റാണ് കിട്ടിയിട്ടുള്ളത്. 10 മിനിറ്റ് എന്ന് പറയുമ്പോൾ എത്രയും 60, 10 മിനിറ്റ് കഴിഞ്ഞാൽ 10 മിനിറ്റ് തന്നെ, 18 മിനിറ്റ്. ഞാൻ സെക്കൻഡായിട്ട് കണക്കൂട്ടുന്നില്ല. 18 മിനിറ്റാണ് കിട്ടിയിട്ടുള്ളത്. ചർച്ച ചെയ്ത വിഷയങ്ങളുടെ പ്രത്യേകത കേട്ടോളൂ. ന്യൂനപക്ഷ ക്ഷേമകാര്യങ്ങൾ, രാജ്യാന്തര സംഭവങ്ങൾ ചർച്ചയായി. പ്രധാനമായിട്ട് എന്താ, ഗസയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ വലിയ കാര്യങ്ങളാണല്ലോ ഇയാളെ സംബന്ധിച്ചിടത്തോളം. ഇന്ന് ഈ സമയത്ത് ഇവരെ ചർച്ച കഴിഞ്ഞ് നെക്സ്റ്റ് ഫ്ലൈറ്റിൽ അങ്ങനെ പോയത് എവിടേക്കാന്ന് അറിയാമോ? അറിയോ? ഇസ്രായേലിലേക്ക്. പോകരുതെന്ന് പറഞ്ഞോ? ഷൗട്ട് കിട്ടും. പോകരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള നെതന്യാഹുവിനെ കാണരുത്, പോകരുത് എന്ന് പറയാനുള്ള ധൈര്യമുണ്ടോ? അതിനുള്ള താക്കത്തുണ്ടോ? ഒരിക്കലേ പറയുള്ളൂ. ഔട്ട് കിട്ടും അവിടെ നിന്ന്. കാരണം അവിടെ മറ്റേ ഇയാളിരിക്കുന്നുണ്ട്, അയാളെന്താ, ഡോവൽ അജയ് ഡോവലൊക്കെ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ മുമ്പിൽ ആൾക്കാരെ പറയ്ക്കും. മോഡി പിന്നെ രാഷ്ട്രീയ നേതാവായതുകൊണ്ട് ചിരിച്ചു കളിച്ച് വർത്തമാനം പറയും. അപ്പോൾ ഏതായാലും രാജ്യാന്തര സംഭവങ്ങൾ, കേരള യാത്രക്കിടെ സമൂഹത്തിലെ വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നു വന്ന വിഷയങ്ങൾ, യാത്ര നടത്തിയല്ലോ, ആ വിഷയങ്ങളും ചർച്ചയായി. എത്രയെന്ന് എണ്ണിക്കോട്ടാ, 6ാമത്തെ 7ാമത്തെ ഇപ്പോൾ. ഇതൊക്കെയും പ്രധാനമന്ത്രിയായിട്ട് ചർച്ച ചെയ്തു. റംസാൻ സന്ദേശം കൈമാറി, അതും കഴിഞ്ഞു. എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾക്കൊണ്ടുള്ള വികസനം ചർച്ചയായി. സാമ്പത്തിക മുന്നേറ്റത്തിനോടൊപ്പം സന്തോഷ സൂചികയ്ക്കും മാനവ വികാസനത്തിനും വേണ്ടുന്ന പരിഗണന ചർച്ചയായി. എത്ര മിനിറ്റ് എന്നറിയാം? മൊത്തം 18 മിനിറ്റ്. ജനസംഖ്യാനുപാതികവും പ്രാദേശിക സന്തുലിതവുമായി വിഭവങ്ങൾ ലഭ്യമാക്കേണ്ടതിൻ്റെ പ്രാധാന്യം ചർച്ച ചെയ്തു. എത്ര മിനിറ്റ് ഉണ്ടായെന്ന് പറയാം? മൊത്തം ചർച്ച 18 മിനിറ്റ്. വഖഫ് SIR ആശങ്കകൾ പങ്കുവച്ചു. മൊത്തം എത്ര മിനിറ്റാണ് കിട്ടിയതറിയാം? 18 മിനിറ്റ്. മറക്കണ്ട. പുരാതന മസ്ജിദുകളും ഇസ്ലാമിക പൈതൃക സ്മാരകങ്ങളും സംരക്ഷിക്കൽ ചർച്ചയായി. മൗലാന ആസാദ് നാഷണൽ ഫെലോഷിപ്പ് ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ വിദ്യാഭ്യാസ ക്ഷേമ പദ്ധതികളുടെ പുനഃസ്ഥാപനം ചർച്ചയായി. അലിഗഡ് സർവകലാശാല മലപ്പുറം സെൻട്രൽ വികസനം ചർച്ചയായി. രാജ്യത്തെ ന്യൂനപക്ഷ ജനവിഭാഗവുമായി കേന്ദ്ര സർക്കാർ അടുത്തിടപഴകേണ്ടതിൻ്റെ ആവശ്യകത ചർച്ചയായി. രാജ്യാന്തര തലത്തിൽ സമാധാനം ഉറപ്പുവരുത്തുന്നതിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന നയതന്ത്ര ഇടപെടലുകൾ ചർച്ചയായി. മൊത്തം എത്രയാണ് കിട്ടിയേ? പറഞ്ഞേ, എത്ര കിട്ടിയേ? എത്ര മിനിറ്റാണ് കിട്ടത്? മൊത്തം കിട്ടിയത് ഇത്രയും സംസാര വിഷയങ്ങൾ. ഇപ്പം ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങളുടെ ക്യാപ്ഷൻ പറഞ്ഞപ്പോൾ തന്നെ 18 മിനിറ്റ് ആയോ? എനിക്കറിയില്ല.
ഇപ്പം ഈ പറഞ്ഞതിൽ ഏകദേശം 25-26 വിഷയങ്ങൾ കടന്നു വന്നിട്ടുണ്ട് കേട്ടോ. ഈ 25 വിഷയങ്ങൾ ചുരുങ്ങിയതൊരു 10 മിനിറ്റ് ഒരു വിഷയത്തിന് വേണ്ടി വന്ന അത്രയും 250 മിനിറ്റായി. 4-6-24 4 മണിക്കൂറാകുമ്പോൾ 240. അപ്പോൾ 4-ൽ ചില്ലുവാനും മണിക്കൂറുകളോടെ ചർച്ച നടത്തി. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? വിശ്വസിച്ചോളോ. ഇതൊക്കെ നോക്കൂ, എല്ലാവർക്കും അറിയാം. ഇത്ര മാത്രമേ ഉള്ളൂ. ഞാൻ മുമ്പ് പാടിയ പോലെ അടിത്തൊഴുന്നീൻ കണ്ണ മുടി തൊഴുന്നീൻ അടിമുടി തൊഴുന്നീൻ കണ്ണ. പോക്കിൻ്റെ ഉദ്ദേശം എത്ര തൊഴുതാലും എത്ര താണ് വീണ് നമസ്കരിച്ചാലും അവർക്ക് മാറാൻ പറ്റില്ല. കാരണം എന്താ? അവരങ്ങനെ VD സവർക്കറിൻ്റെ ഹിന്ദുത്വവാദത്തിൽ നിന്ന് കടിയുടെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ ഉത്തരേന്ത്യയിലെ ഹിന്ദുത്വ ജനവിഭാഗം അവരിവരെ മൊത്തത്തിലെടുത്ത് മാറ്റും. എന്താണ്? നാഗപ്പൂരിനെ അടിയെന്നെടുത്ത് അവർ വലിച്ചെറിയും അവിടുത്തെ ഹിന്ദുക്കൾ. അതുകൊണ്ട് മാറൂല. നിങ്ങൾക്ക് മാറാം. നിങ്ങൾ മാറിയിട്ട് നാറുകയും ചെയ്തു. പിന്നെ മാറിയിട്ട് കാര്യമില്ലല്ലോ. നാളെ പോയിട്ട് അമിത്ഷായുടെ കാല് പിടിച്ചു, ഇപ്പം നരേന്ദ്രമോദിയുടെ കാല് പിടിക്കുന്നു. ഇപ്പം എല്ലാം വന്ന കാര്യങ്ങൾ നടക്കണമെങ്കിൽ വന്ന അള്ളാഹുവിന് പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടെന്നായോ? എല്ലാം അള്ളാഹു നോക്കിക്കോളും എന്ന ആപ്തവാക്യം നിങ്ങൾ കൈവിട്ടോ? അള്ളാഹുവിലും പലരെയും പങ്കു ചേർക്കാം എന്നായോ? അറിയാഞ്ഞിട്ട് ചോദിക്കുകയാണ് കേട്ടോ. ഈ ചർച്ച കഴിഞ്ഞ് ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ റെറ്റിന്യൂസുമായിട്ട് വാഹന വ്യൂഹവുമായിട്ട് എയർപോർട്ടിലേക്കാണ് പോകുന്നത്. എവിടേക്കാണെന്നറിയോ? നെതന്യാഹുവിനെ കാണാൻ അങ്ങോട്ട്. ശിവഗിരിയിൽ നരേന്ദ്രമോദി ഗുജറാത്ത് പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴും ഇന്ത്യൻ പ്രധാനമന്ത്രിയായപ്പോൾ സമയത്തും ഏകദേശം 7 പ്രാവശ്യത്തോളം അദ്ദേഹം വന്നു കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഇതെല്ലാം കൂട്ടി വായിക്കണം. ഇതിത്ര മാത്രമേ ഉള്ളൂ. അടി തൊഴുന്നേൻ, മുടി തൊഴുന്നേൻ, അടിമുടി തൊഴുന്നേൻ. ഞങ്ങളുടെ കാര്യത്തിൽ തന്നെ സംഭവം മടിയിൽ കനമുണ്ടായിക്കഴിഞ്ഞതൊക്കെയാ സ്ഥിതി. അതേ സമയത്ത് 5 നേരത്തെ നിസ്കാരം കൃത്യമായിട്ട്, രാത്രിയുള്ള തഹജ്ജുദ് നമസ്കാരം കൃത്യമായിട്ട്, ഒരു വട്ടം ധാരാളം ഹജ്ജ് നിർവഹിച്ച് അത് കഴിഞ്ഞ് സർവം ഈശ്വരനിൽ സർവസംഘ പരിത്യാഗം തിരിച്ചിവിടെ വന്ന ഹാജിയാർക്ക് പിന്നെ പേരില്ല കേട്ടോ. മണ്ണാർക്കാട് കുന്നുംപുറത്ത് അബ്ദുൾ റഹ്മാൻ ഇല്ല, പിന്നെ മരിച്ചു. മക്കത്ത് പോയാൽ തിരിച്ചു വരുന്നത് ഹാജിയാരാണ്. സ്വന്തം ഭാര്യ ഹാജിയാരെന്നാണ് വിളിക്കുക, സ്വന്തം മകൾ പണ്ട് ഹാജിയാരെന്നാണ് വിളിക്കുക. അയാൾ സമൂഹത്തിൻ്റെ സ്വത്താണ്. അദ്ദേഹത്തിൻ്റെ സമയങ്ങളിൽ മുഴുവൻ അദ്ദേഹം പള്ളിയിലായിട്ടും പ്രാർത്ഥനയായിട്ടും ഉപവാസവുമായിട്ടും അദ്ദേഹം കഴിഞ്ഞുകൂടുന്നു. 5 നേരം നിസ്കാരവും രാത്രി തഹജ്ജുദ് നിസ്കാരവും ആയിക്കഴിഞ്ഞാൽ പിന്നെ എവിടെയാണ് സമയം? അതിന് പകരം പൈസ തെണ്ടി നടക്കുകയാണ്. പൈസ ഈ പൈസ എന്ന് പറയാൻ കാരണം കൊടുങ്ങല്ലൂരൊരു പയ്യനുണ്ടായിരുന്നു, എനിക്ക് അവനെ അറിയാം, തമിഴ് പയ്യനാണ്. അപ്പം അവനോട് ഒരിക്കൽ അവൻ ആൾക്കാരുടെ അടുത്ത് വന്നിട്ട് അവന് 2 കാലും ചമ്രം പടിഞ്ഞിരിക്കണ വരെ ഇരിക്കുക. അവന് കാലിന് നിവർത്താൻ പറ്റില്ല. സത്യം എന്താ അറിയോ? അവന് കാലിന് നിവർത്താൻ പറ്റും. ഞാൻ രാത്രി കണ്ടിട്ട് അങ്ങനെയാണ് ഞാനോട് വിളിച്ചു ചോദിച്ചു. അവൻ തമിഴാണ് എനിക്കറിയാം. അപ്പോൾ എന്തോ ഒരു നിങ്ങൾ, അപ്പോൾ അവന് ഭയങ്കര നല്ല തമിഴാണല്ലോ ഈ പറയണേ. നിങ്ങൾ തമിഴരാ അയ്യാ, നിങ്ങൾ തമിഴരാ. ഇപ്പോൾ അവനുണ്ടോന്ന് അറിയില്ല, ഞാനീ പറഞ്ഞ അത്ര ഏതോ ജാമോൻ്റെ കാലത്ത് നടന്ന സംഭവം പറയുന്നത്. അപ്പോൾ അവൻ ആകെ കൂട്ടിയൊരു കാര്യം മാത്രമേ ഉള്ളൂ,
പൈച്ച. അത് നിലത്ത് ബസ്സിൽ കയറിയിട്ട് ഇങ്ങനെ ഇഴഞ്ഞ് ആൾക്കാരെ മുട്ടുമ്പോൾ തട്ടിയിട്ട് വയ്ക്കും, പൈച്ച പൈച്ച പൈച്ച. എങ്ങനെയായാലും അവനൊരു ഒരു ദിവസം അങ്ങനെ പോയാൽ അന്നത്തെ കാലത്തിൽ ഒരു 200 300 കിട്ടും അവന്. എന്നിട്ട് അവൻ ചില്ലറ അവിടെ കൊണ്ടുകൊടുക്കും. ഇതുപോലെ പൈച്ച 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 എന്നും പറഞ്ഞത് പറയണത് എന്താ? ഞങ്ങൾ പാവങ്ങൾക്ക് വേണ്ടി നിങ്ങളില്ല ഇവിടെ പാവങ്ങൾ മുഴുവൻ പട്ടിണി കിടന്ന് മരിക്കുന്നുള്ളൊരവസ്ഥ. ഇതൊക്കെ ഇതിൻ്റെ കൂട്ടത്തിലുള്ള ആൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് കിടക്കും. എന്നോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പാവങ്ങളെ സഹായിച്ചു ഇവരെ സഹായിച്ചു. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഇതെല്ലാം പറയാതിരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കോപ്രായങ്ങളാണ് കാണിക്കുന്നത്. ഇവിടെ നിന്ന് ഇയാളുടെ പാച്ചുവും ഗോപാലനും കൂടിയിട്ട് ഡൽഹിയിലേക്ക് ഫ്ലൈറ്റിൽ പോകുന്നു, അവിടുന്ന് തിരിച്ച് ഫ്ലൈറ്റിൽ വരുന്നു, 1-ാം നമ്പറിൽ ക്ലാസ്സിൽ കയറിയിരിക്കുന്നു, റിസർവേഷനിൽ മറ്റേ ബിസിനസ് ക്ലാസ് അല്ലേ, അവിടെ ബിസിനസ് ക്ലാസ് വലിയ ക്ലാസ് ഏതാ അതിൽ കയറിയിരിക്കുന്നു. എന്നിട്ട് അവിടെ പോകുന്നു, തിരിച്ചു വരുന്നു, കൂടെ 2-3 ആൾക്കാരെയും കൊണ്ടുപോയിട്ടുണ്ട്. എന്നിട്ട് അവിടെ തിരിച്ചു വരുന്നത് എത്രയാണ്? 18 മിനിറ്റ്. ആലോചിച്ച് നോക്കണം. ആരുടെ മുമ്പിലാണ് സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്നത്? ഇന്ന് വരെ ഒരു ശങ്കരാചാര്യരും ആ സവിധത്തിൽ പോയിട്ട് താണു വീണ് നമസ്കരിച്ചിട്ടില്ല. എല്ലാ മാസത്തിലും ഒരു ദിവസം ഉണ്ടെങ്കിൽ ആ ദിവസം ഓർമ്മയുണ്ടായിരുന്നു. ആദ്യം ജയിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഋഷികേശുള്ള മഹാമണ്ഡലേശ്വരന്മാർക്ക് ആ ഒരു ദിവസം അദ്ദേഹം അനുവദിച്ചിരിക്കുകയാണ്, മണിക്കൂറുകളോളം അനുവദിച്ചിരിക്കുകയാണ്. അന്ന് അവിടുത്തെ മഹാമണ്ഡലേശ്വര മറ്റേ കൈലാസമല്ല കേട്ടോ, കൈലാസ് ആശ്രമം, അവിടുത്തെ മഹാമണ്ഡലേശ്വരർ അദ്ദേഹം വലിയൊരാളാണ്. അദ്ദേഹം പറഞ്ഞത് പിന്നെ സംപൂജ്യ ദയാനന്ദ സരസ്വതി ഇദ്ദേഹത്തിൻ്റെ ഗുരു കൂടിയാണ്. അദ്ദേഹം പറഞ്ഞത്, മിസ്റ്റർ മോഡി നിങ്ങൾ അവിടെ ഭരിക്ക്, ഞങ്ങൾക്കൊന്നും തരേണ്ടതില്ല, നിങ്ങൾക്കെന്തെങ്കിലും തരാനുണ്ടെങ്കിൽ ഞങ്ങൾക്കത് ഞങ്ങളുടെ പ്രാർത്ഥന മാത്രമാണ്, അത് നന്നായിട്ട് ഭരിച്ചാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞാൻ കേട്ടിട്ടുള്ളതാണ്. അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒറീസയിലുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രിൻസിപ്പളായിരുന്നു കൈലാസാശ്രമത്തിലെ മഹാ ആചാര്യൻ. ആലോചിച്ച് നോക്കണം എത്ര വലിയ വിദ്യാഭ്യാസമാണ്. അങ്ങേരോട് ഈ കാര്യം പറഞ്ഞപ്പോൾ അങ്ങനെ മറുപടി കൊടുത്ത എന്താ അറിയാമോ? ഞങ്ങൾക്ക് നിങ്ങളിൽ നിന്നൊന്നും കിട്ടാനില്ല. ഒരു വാക്കുകൂടിയും പറഞ്ഞു, ശംഭോ മഹാദേവ ശംഭോ, ശിവശംഭോ മഹാദേവ ദേവേശ ശംഭോ, ശംഭോ മഹാദേവ ശംഭോ. അതാണ് ആണത്വം. നിങ്ങളോട് നരേന്ദ്രമോദി ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ, ഞാനിതിന് ചെയ്തു തരേണ്ടതുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒറ്റ മറുപടി മതി, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ നിങ്ങൾക്ക് ഈ ജന്മത്തിന് കഴിയില്ല. കാരണം നിങ്ങൾ കാഫറുകളാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ അനുസന്ധാനം ചെയ്യുന്ന ഒരാൾക്ക് സർവരക്ഷയും നൽകുന്നത് അവനായിരിക്കും, വേറൊരുവനായിരിക്കില്ല കേട്ടോ. സാക്ഷാൽ പ്രവാചകനായിരിക്കുന്ന നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും എല്ലാ വിധത്തിലുള്ള ആഗ്രഹങ്ങളും അദ്ദേഹത്തിനുണ്ടാകുന്ന അഭിലാഷങ്ങൾക്കായിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്ന ആരെയാണ്? അള്ളാഹുവിനെ. ഈ ലോകത്തിലുള്ള ആരോടും അദ്ദേഹം കെഞ്ചിയിട്ടില്ലെന്നുള്ളതാണ് സത്യം. ഒരാളിലും കെഞ്ചിയിട്ടില്ല. അദ്ദേഹത്തിന് ജീവന് ഗതികേട് വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ തന്നെ അമ്മാവനുണ്ടായിരുന്നു അബൂ ത്വാലിബ്. വളരെ നല്ല മനുഷ്യനായിരുന്നു. ഒരു വാക്ക് അദ്ദേഹത്തിന് എടാ പോടാന്ന് വിളിക്കാനുള്ള അവകാശമുണ്ട്. എടാ മുഹമ്മദേ, എന്തിനാണ് വെറുതെ എന്നെ കൂടി നീ കഷ്ടപ്പെടുത്തുകയാണല്ലോ എന്ന് പറഞ്ഞ സമയത്ത് ചന്ദ്രനെയും സൂര്യനെയും കൊടുക്കാമെന്ന് പറഞ്ഞതാ. വേണ്ടെന്ന് പറഞ്ഞു. ഒരു പ്രലോഭനമില്ലാതെ 1500 വർഷം മുമ്പ് നടന്ന സംഭവത്തിൻ്റെ ശരി തെറ്റുകൾ, അതിൻ്റെ സത്യാവസ്ഥ, യാഥാർത്ഥ്യം, വസ്തുത ഇതൊന്നും എനിക്കറിയില്ല, ഞാൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ കഥകളിലൂടെ ഞാൻ അദ്ദേഹത്തെ കാണുന്നുണ്ട്, അല്ല ആ സംഭവ ആവിഷ്കാരത്തിലൂടെ ഞാൻ അദ്ദേഹത്തെ കാണുന്നുണ്ട്. എത്ര മഹോന്നതൻ ജീസസ് ക്രൈസ്റ്റ്, എത്ര മഹോന്നതൻ. ബുദ്ധൻ ഒരു പ്രൊവിൻസ് സ്വന്തമായിട്ടുണ്ടായിരുന്ന ഒരാളാണ്. സത്യാന്വേഷിയായിട്ട് ഇറങ്ങിപ്പുറപ്പെടുന്ന ഭാര്യയെയും മകനെയും മാറ്റി നിർത്തിക്കൊണ്ട് ശുദ്ധോധന മഹാരാജാവിൻ്റെ മഹാരാജ്യം ഉദ്ദേശിച്ചു പോയ എത്ര മഹോന്നതൻ. അതുപോലെ ആകാൻ ഈ ജന്മത്തിൽ നിങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് ഒന്നേ പറയാനുള്ളൂ, ഈ ജന്മത്തല്ലെങ്കിൽ അടുത്ത ജന്മത്തിലെങ്കിലും നിങ്ങൾക്ക് ഹിദായത്ത് കിട്ടട്ടെ.
അതിനെ അധ്വാനിക്ക് മനുഷ്യ. പാച്ചുവിനോടും ഗോപാലിനോടും കൂടിയിട്ടാണ് പറയുന്നത്. നമസ്കാരം.